So in the beginning of this unit, we have seen an experimental demonstration which introduces the concept of magnetic force, that two parallel conductors carrying current, and we have seen that opposite currents repulse, and if the current is flowing in the same direction through this conductor, they will attract. So electric force ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഈ ഒരു ഒബ്സർവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് വേണമെന്നുള്ളൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നൗ വി ആർ ഇൻ എ പൊസിഷൻ ടു എക്സ്പ്ലെയിൻ ദിസ് ഒബ്സർവേഷൻ ഓഫ് ദിസ് എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ. So the force between two straight parallel conductors carrying current. So consider two parallel conductors, infinitely long parallel conductors separated by a distance d. The current in first conductor is I1, which is flowing upward direction. Current in second conductor is I2, which is also flowing in the same direction. Now, if a current I1 is flowing through this conductor, that will produce a magnetic field. We know the expression for magnetic field from Biot-Savart law. It is infinitely long straight conductor producing the magnetic field mu 0 I1 divided by 2 pi d. D എന്ന് പറയുന്ന സിസ്റ്റം ഈ ഒരു പോയിന്റിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ? ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. തമ്പാണ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ ഫിംഗേഴ്സാണ്. അപ്പോൾ ഫിംഗേഴ്സ് റൈറ്റ് സൈഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ് സൈഡിലാണ് ഇൻ ടു ദി പ്ലെയിൻ ആണ്. ലെഫ്റ്റ് ആയിരുന്നെങ്കിൽ ഔട്ട് ഓഫ് ദി പ്ലെയിൻ, മുകളിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്യുകയാണ്, ഇവിടെ സർക്കിൾ ഇതിനെ കേൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഇൻ ടു ദി പ്ലെയിൻ ആണ്. ഇനി ഈ സെക്കൻഡ് കണ്ടക്ടർ ഇരിക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഫസ്റ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്ത B1 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡ് കണ്ടക്ടർ ഇരിക്കുന്നത്. ആൻഡ് വി ഹാവ് സീൻ ദാറ്റ് ഇഫ് എ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് വിൽ എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ഫോഴ്സ്. That magnetic force is given by F is equal to integral 0 to L I2 cross B1 dl. അവിടെ വരുന്ന കറണ്ട് ക്രോസ് അവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് dl. ഇനി ഇതൊരു സ്ട്രേറ്റ് കണ്ടക്ടർ ആയതുകൊണ്ട് I2 ഉം B1 സ്റ്റഡിയാണ്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇൻറ്റഗ്രൽ 0 to L dl എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണ്. സോ ദിസ് ഈസ് I2 ക്രോസ് B1 L. Now what about the angle between this I2 and B1? I2 in upward direction, B1 is into the plane. So the angle between I2 and B1 is 90 degrees. So we can write I2 LB1 and theta is 90 degrees. So sin theta 1. So I2 LB1. So what about the direction of this force F1? The direction of force is given by Fleming's left hand rule. That is B points into the plane. Forefinger gives the direction of, if forefinger is the direction of field, current is the direction. Middle finger points towards the direction of current, thumb will give you the direction of force. So the direction of force F1 is from left to right, right to left towards first conductor. So F1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് കണ്ടക്ടറിൻ്റെ അടുത്തേക്കാണ്. അതല്ലെങ്കിൽ ഈ കണ്ടക്ടറിൻ്റെ ലെഫ്റ്റിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Now F1 is equal to I2L and B1 is given by equation 1 mu 0 I1 by 2 pi d. So this is equal to mu 0 I1 I2 L divided by 2 pi d. And we have seen Fleming's left hand rule. According to Fleming's left hand rule, this force F1 is towards first conductor. അല്ലെങ്കിൽ ഈ കണ്ടക്ടറിനെ അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ സിമിലർലി ഈ കണ്ടക്ടറിൽ കൂടെ I2 എന്ന് പറയുന്ന ഒരു കറണ്ട് പോകുന്നുണ്ട്. ഈ I2 കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് B2 ആണെന്ന് വിചാരിക്കാം. അതെങ്ങനെയായിരിക്കും? അത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് ഇത് ലെഫ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഇനി ഈ B2 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് ഫസ്റ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്നത്. സെക്കൻഡ് കണ്ടക്ടർ ഉണ്ടാക്കിയ B2 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് ഫസ്റ്റ് കണ്ടക്ടർ ഇരിക്കുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിൻ്റെ ഡയറക്ഷൻസ് ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ യു ക്യാൻ സി F2 ഈസ് ടുവേർഡ്സ് സെക്കൻഡ് കണ്ടക്ടർ ഓർ ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് കണ്ടക്ടർ സെക്കൻഡ് കണ്ടക്ടർ ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇങ്ങോട്ട് വരുന്നു. ഈ കണ്ടക്ടർ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അങ്ങോട്ടാണ്. ഓർ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. സെയിം കറണ്ടാണ്, ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. സോ ദി സെയിം കറൻറ്റ്സ് അട്രാക്ട്. ഓപ്പോസിറ്റ് കറണ്ട് ആയിരുന്നെങ്കിലോ ഒരു ഫ്ലിപ്പിംഗ് വരും, ആ ഒരു ഡയറക്ഷനിൽ ഒരു ഫ്ലിപ്പിംഗ് വരും. ഇത് തമ്മിൽ റിപ്പൽഷനാണ് വരുന്നത്. കറണ്ട് ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ ഇവർ തമ്മിൽ ഒരു ഫ്ലിപ്പിംഗ് ആണ്. ഈ സെയിം എക്സ്പ്രഷൻ തന്നെ ഒരു നെഗറ്റീവ് സൈൻ കൂടെ വരും. സോ ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. Now force per unit length is, so this is the force on conductor of length L. ഇപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ ആണെങ്കിൽ നമുക്ക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് പറയാം. സോ ഡിവൈഡഡ് ബൈ L. സോ mu 0 I1 I2 by 2 pi d. This is the force per unit length acting on this conductor.
അപ്പോൾ ഇനി നമുക്ക് ഈ എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് സെക്കൻഡ് കണ്ടക്ടർ ഇരിക്കുന്നത്. ആ സെക്കൻഡ് കണ്ടക്ടറിൽ കൂടി കറണ്ട് പോകുന്നുണ്ട്. സോ ദാറ്റ് വിൽ എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ഫോഴ്സ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആ ഫോഴ്സുകളുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ്. സോ സെയിം ഡയറക്ഷനിലാണ് നമ്മളിവിടെ കാണിച്ച പോലെ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. So the magnetic force is basically responsible for this experimental demonstration of attraction or repulsion of parallel conductors carrying steady current.